ചെറിയൊരു കുഞ്ഞു ഡേ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒമാനിലെ കുഞ്ഞു ഡേ മൈ ലൈഫ് വ്ലോഗ് കണ്ടാലോ. വെറുതെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ജനാലൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു കേട്ടോ. ഒരു സമാധാനമാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നോക്കി. ഇപ്പോൾ നല്ല ബാങ്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സുബഹിക്കുള്ള ബാങ്കൊക്കെ കൊടുത്ത് ഇങ്ങനെ കേട്ടടങ്ങ് കുറച്ച് നേരം നിന്നിട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കാണി നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലോട്ട് ആദ്യം വന്നാൽ തന്നെ ഫസ്റ്റ് ടൈം ചായക്കുള്ള വെള്ളം ഞാൻ വെക്കും കേട്ടോ. ചായക്കുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ടുള്ള വെള്ളം വെക്കുന്നതാണ്. അപ്പോൾ മക്കൾ തലേന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് തണുത്തുള്ളോ അല്ലെങ്കിൽ നാരങ്ങള്ളോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അവർക്കുള്ള തണുത്തുള്ളത്തിലുള്ള വെള്ളം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് വെള്ളപ്പാണ്. നമ്മൾ ഈ മലപ്പുറം ഭാഗത്തൊക്കെ സ്ഥിരമായിട്ട് എല്ലാ വീടുകളിലും രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ വെള്ളപ്പം എന്ന് പറയുന്നത് കേട്ടോ. അരിയൊക്കെ അരച്ചിട്ട് ഉള്ളൊരു വെള്ളപ്പാണ്. അത് തലേന്ന് തന്നെ നമ്മൾ അരി ആദ്യം പച്ചരി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. പിറ്റേന്ന് അത് നല്ല പുതിർന്ന് വന്നിട്ടുണ്ടാവും. ഈ അരി എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരും. ഒട്ടും തരിയില്ലാത്ത രൂപത്തിൽ അരച്ച് കൊണ്ടുവരും. പിന്നെ അതിനിലോട്ട് പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നൊരു അപ്പാണ് ഈ വെള്ളപ്പം പറയുന്നത്. അങ്ങനെ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു മെസ്സേജ് കണ്ടിരുന്നു ടോ അത് ഭയങ്കര ബോറാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷേ നമുക്ക് സംസാരത്തിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. അപ്പം ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും വരാതെ ഞാൻ നോക്കാം പരമാവധി കേട്ടോ. പക്ഷേ നമുക്കറിയാതെ അങ്ങനെ വന്നു പോകും. നമ്മൾ ഈ മലപ്പുറം ഭാഗത്ത് അങ്ങനെ എല്ലാവരും ചിലവരൊക്കെ അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ ടോ വരുന്നുണ്ട് തോന്നുന്നു അറിയില്ല. പക്ഷേ നമുക്ക് അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ ടോ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലിച്ച് പിന്നെ അതിനി നമ്മൾ അറിയാതെ അങ്ങോട്ട് തൊള്ളിയിൽ വന്ന് പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞാൻ കഴിയുന്നതും വോയിസ് കൊടുക്കുമ്പോൾ അത് വരാതെ ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പോൾ ഈ വെള്ളപ്പം ഉണ്ടല്ലോ നന്നായിട്ട് നൈസായിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ നോക്കണം. എന്നാൽ നല്ല രസം കഴിക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ഇട്ടിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. പല സ്ഥലങ്ങളിലും മലപ്പുറം പല സ്ഥലങ്ങളിലും ഈ അപ്പത്തിന് പലവിധ പേരുകളാണുള്ളത്. ഈ അപ്പത്തിന് ദോശ എന്ന് പറയാറുണ്ട്, ഞങ്ങളിതിന് സീയപ്പം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വെള്ളപ്പം എന്ന് പറയാറുണ്ട്. ദോശയ്ക്ക് വെള്ളപ്പം എന്ന് പറയുന്ന പോലെ ഉണ്ട് മലപ്പുറം ഭാഗത്ത്. അങ്ങനെ പലവിധ പേരുകളുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു അപ്പം പറയുന്നത്. സീയപ്പം എന്ന് പറയാൻ കാരണം ഈ മാവ് ഈ ഒരു ചട്ടിയിലോട്ട് ഒഴിക്കുമ്പോൾ സീ എന്നിങ്ങനെ ഒച്ച ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളിതിനെ സീയപ്പം എന്ന് പേരിട്ടത്. ഇനി ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ ഇതിന് സീയപ്പം എന്ന് പറയാറുണ്ട്. ഈ ഒരു ചട്ടിയിൽ തന്നെ ചുട്ടെടുക്കണം കേട്ടോ ഈ അപ്പം, എന്നെങ്കിൽ ഈ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അരച്ച് കൊടുത്തിട്ട് പാത്രത്തിലോട്ട് പാർന്നെടുത്തിട്ടുണ്ട്. 10 ആവശ്യം നന്നായിട്ട് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഓയിൽ തേച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കാറുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാനിത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ മലപ്പുറം ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന വേറൊരു ഐറ്റംസാണ് ഓട്ടട. ഈ ഓട്ടട തേങ്ങയൊക്കെ ഇട്ടുകാണ് മൺചട്ടി ഉണ്ടല്ലോ, കുറച്ച് കുണ്ടുള്ളൊരു മൺചട്ടി അതിലോട്ട് പാർന്ന് കാണാൻ അങ്ങനെ അതൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പിന്നെ പത്തിരി ചില വീടുകളിലൊക്കെ വെള്ളിയാഴ്ച രാവിലെ പത്തിരിയൊക്കെയാണ് ഉണ്ടാകാറ്. ഇതിലോട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര അപ്പം കഴിച്ചു എന്ന് പറയാം, കുറേ നമ്മൾ കഴിക്കോട്ടെ ഈ ഒരു അപ്പം. ഇതിലോട്ട് ചിക്കൻ കറി രസമാണ്, മുട്ടക്കറി, ചട്ടിനി. എൻ്റെ മോനുണ്ടല്ലോ വലിയ മോന്, അവന് ഇതിലോട്ട് ചട്ടിനി കറിയാണ് കേട്ടോ ഇഷ്ടം. ഈ ചട്ടിനി കറി ഉണ്ടായാൽ അവന് എത്ര അപ്പം കഴിക്കും എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം പോലെ കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അവന്. അങ്ങനെ അത് നമ്മൾ അപ്പം ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. ഇതിലോട്ട് ഞാൻ കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചെറുപ്പയർക്കറിയാണ്. അത് മുളകിട്ട കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു പോയി. ഞാൻ അപ്പോൾ വിചാരിച്ചു ചെറുപ്പയർ കറി ആകുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ കറിയായി കിട്ടാനും. മറ്റേ കടലൊക്കെ ആണെങ്കിൽ അത് വെന്ത് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. മക്കൾക്ക് സ്കൂളൊക്കെ നേരത്തെ തുടങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ 7:20 അവർക്ക് 7:20 അവർക്ക് ക്ലാസ് തുടങ്ങും. അതിൻ്റെ മുന്നായിട്ട് അവർ പോയി 7 മണിയാകുമ്പോൾ ഇവിടുന്ന് പോട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള പരിപാടിയല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മറന്നു പോയി. ഞാൻ കടയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതങ്ങനെ മറന്നു. പിന്നെ ഞാൻ ചെറുപ്പയർ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ചെറുപ്പയർ കറിക്കുള്ള ഉള്ളിയും
തക്കാളിയും പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടെടുത്ത് കണ്ട ഒന്ന് വേവിച്ച് പെട്ടെന്നുണ്ടല്ലോ ചെറുപ്പയർ വെന്തിട്ടാൻ. അങ്ങനെ ചെറുപ്പയർ മുളക് ഇട്ടിട്ടുള്ള കറി കേട്ടോ, തേങ്ങ ഒന്നും അരച്ച് പാരുന്നില്ല. അങ്ങനെ അത് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് റെഡിയാക്കുന്നുണ്ട്. അതിനുള്ള ഉള്ളിയൊക്കെ അത് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മുട്ടയാണെന്ന് കൊടുത്തു വിടുന്നത്. മുട്ടയും ബ്രെഡും ഉണ്ടല്ലോ ഇട്ടുകൊണ്ട് അങ്ങനെ അതാണ് കൊടുത്തു വിടുന്നത് സ്നാക്സായിട്ട്. അവർക്ക് ഇവിടെ ഉച്ച വരുള്ളൂ കേട്ടോ ക്ലാസ്. അതുകൊണ്ട് തന്നെ അവർ ഉച്ച 1 മണിയൊക്കെ ആകുമ്പോൾ അവർ എത്തും. അപ്പോൾ ഇന്ന് വെള്ളം വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ വെള്ളത്തിലുള്ള ബോട്ടിൽ പുറത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ കുപ്പണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ തന്നെ വെക്കാറ്. അവർ വന്ന് വെള്ളമൊക്കെ വെച്ച് പിന്നെ പോകും. അങ്ങനെ ഞാനതാ ബോട്ടിലൊക്കെ പുറത്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് പുറത്തേക്കൊന്ന് പോയി നോക്കിയത്. സമയം 7 ആയിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തൊക്കെ പോയപ്പോൾ ഫുള്ള് സൈലൻ്റാണ്. ആരും എണീറ്റില്ല. ആരും സ്കൂളിൽ പോകണ തയ്യാറെടുപ്പിലും മക്കളെ പറഞ്ഞേക്കണ തയ്യാറെടുപ്പിലൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ അങ്ങനെ ഒരു ബിസി ടൈം ആയിരിക്കും എല്ലാവർക്കും. അങ്ങനെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഞാനും എൻ്റെ മോളും ഇങ്ങോട്ട് പോന്നു. പിന്നെ മോളെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവളൊക്കെ ഉറക്കിയിട്ടാണ് പിന്നെ ഉച്ചക്കുള്ള ലഞ്ചും ഒക്കെ ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് സാമ്പാറും ക്യാബേജ് ഉപ്പേരിയും. ചെമ്പല്ലി പറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിക്കുന്നത് ഉച്ചക്കുന്ന ലഞ്ചിന്. അപ്പോൾ ഇതാ അരിയൊക്കെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിക്കാണ്ട് അടുപ്പത്ത് വെക്കണം. പെട്ടെന്ന് വേണ അരി ഇട്ടത്, അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇതാ അരിയും വെള്ളം കൂടി ഒപ്പം ഞാൻ വെച്ചിട്ടുള്ളത് അടുപ്പത്ത്. നേരത്തെ തന്നെ ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിന്. ഇവിടെ നെസ്റ്റോയിൽ ഞങ്ങൾക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഓരോ കഷ്ണങ്ങൾ വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവിടെ അവിയനുള്ളതും സാമ്പാറിനുള്ളതും സെപ്പറേറ്റ് അങ്ങനെ ഒരു ഇതിലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും. ഇതാ സാമ്പാർ കഷ്ണങ്ങളൊക്കെ പൈപ്പിലോട്ടിട്ട് അതിലൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചതച്ചിക്കാണ്ടുണ്ടല്ലോ മുളകൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക വിചാരിക്കുന്നത്. ഞാൻ 2 രീതിയിലും ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട്. വെല്ലുള്ളി ഇട്ടുകാണ്ടും ഉണ്ടാക്കാറുണ്ട്, തേങ്ങ ചതച്ചിക്കാണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ ക്യാബേജൊക്കെ അരിഞ്ഞുകാണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെമ്മല്ലി ആട്ടോ നമുക്ക് മീനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളെ ഭാഗത്തൊക്കെ ഇതിനെന്ത് പേരാന്ന് പറയുന്നറിയില്ല. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ മലപ്പുറം ഭാഗത്ത് ചില ഭാഗങ്ങളൊക്കെ ഞങ്ങളിതിന് ചെമ്പല്ലിയാണ് ഞങ്ങൾ പറയാറുള്ളത്. ഈ മീനിൻ്റെ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഈ മീനെ റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഈസി ആയിട്ട് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അത് 2 സൈഡിലെ മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതൊന്ന് ക്ലീനാക്കി എടുക്കുക, വാലും മുറിച്ചെടുക്കുക. പിന്നെ ഇതങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് ഊരി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ഈ മീൻ ആദ്യം ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കിട്ടാൻ. അതിൽ എൻ്റെ ഉമ്മ പറഞ്ഞു തന്ന സൂത്രമാണിത്. കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മീനിൻ്റെ തോല് ഊരിയെടുത്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് തൊലി ഊരി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതേമാതിരി ചെയ്തപ്പോൾ പെട്ടെന്ന് കിട്ടിയിട്ടോ. മാർക്കറ്റിൽ പോയപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ 4 മീനുള്ളൂ കേട്ടോ. ഈ ചെമ്പല്ലി ആകെ 4 ഉണ്ടായിരുന്നുള്ളൂ മീൻ മാർക്കറ്റിൽ. അപ്പം തന്നെ വേഗം വാങ്ങിട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടാറില്ല ഈ മീൻ. ഒന്നല്ലേ മത്തിയോ അങ്ങനെ മാന്തളോ ഒക്കെയാണ് ഉണ്ടാകാറ്, ഈ മീൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വേഗം വാങ്ങിട്ടോ. അങ്ങനെ സാമ്പാർ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതവിടെ തീയൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കായം കൂട്ടി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെളിച്ചെണ്ണ കുപ്പിയിൽ കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് വേറെ കുപ്പിയിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് പാർന്ന് വെക്കുന്നുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന് വന്ന വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നാട്ടിൽ നമ്മൾ അവിടെ തന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ വെളിച്ചെണ്ണേൻ്റെ അത്ര ഇപ്പോഴത്തെ വെളിച്ചെണ്ണ അപ്പോൾ നല്ലതാവില്ലല്ലോ. പിന്നെ കുറച്ച് പൊടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടി നോക്കിയപ്പോൾ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ഇട്ട് വെക്കണം കുറച്ചിട്ടായിട്ട്. ഇവിടുത്തെ പൊടികളൊന്നും രസമല്ല, നമുക്ക് കറിയിലോട്ട് ഇട്ടാലും ഒന്നും രസം കിട്ടില്ല. അപ്പോൾ കുറച്ച് അധികം പൊടികളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ഒത്തിരി പോന്നപ്പോൾ കേട്ടോ. ഇനി മീനൊക്കെ ഒന്ന് കായം കൂട്ടി വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരിൻ്റെ മുളകും പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തുകൊണ്ട് പിന്നെ ഇതാ മീനൊക്കെ ഒന്ന് കായം കൂട്ടിയുടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് വേണം അതൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ക്യാബേജ് ഉണ്ടല്ലോ, അപ്പോൾ ക്യാബേജ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് കടുകൊക്കെ വെളിച്ചെണ്ണയിലാണ് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും നേരത്തെ
അരിഞ്ഞ് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച ക്യാബേജും കൂടി ഇട്ട് കൊടുത്ത് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചുണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ക്യാബേജ് തോരൻ അവിടെ ആയിക്കോളും. പിന്നെ നമുക്ക് സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കാനേ ഉള്ളതിന് അപ്പോൾ അതിലോട്ട് ഞാൻ ചപ്പും ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ. ഇനി മീനിതാ ഓരോന്നായിട്ട് ഞാൻ ഇതാ പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ വൈകുന്നേരം ഉണ്ടല്ലോ ഞാൻ സുഖേനായിട്ട് ഉണ്ടാക്കിയത്. മോക്ക് ചെറുപ്പാർ തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് കാണാൻ അങ്ങനെ ചെറുപ്പാർ ഉണ്ടാക്കാറുണ്ട് മോക്കിട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ചെറുപ്പാർ ബാക്കി വന്നപ്പോൾ വൈകുന്നേരത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ അങ്ങനെ സുഖേന ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ചായക്കടിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായല്ലോ. അപ്പം അങ്ങനെ സുഖേനൊക്കെ ഉണ്ടാക്കി. അങ്ങനെ മക്കളൊക്കെ അതാ മേശമ വന്ന് ഇരുന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. വലിയ മോനിതൊന്നും ഇഷ്ടമല്ല. അവന് ചെറുപ്പാർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവനത് കഴിക്കണേ ഇഷ്ടമല്ല. ഇവർക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവർ ചായക്കതൊക്കെ കഴിച്ചിട്ടുണ്ട്. വലിയ മോന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ചായക്ക് കുടിച്ച് ടി വി ഒക്കെ കണ്ടങ്ങനെ ചായക്ക് കുടിച്ചിട്ടോ. അപ്പോൾ പുതിയൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വരാം. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.